ഹായ്, എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ഇവിടെ ഒരു ഷൂ ലോണ്ടറിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാണാം എല്ലാവരുടെയും കാലുകളിൽ ഷൂസാണ്. സോ അങ്ങനെ വന്നൊരു തോട്ടാണ് ഒരു ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒത്തിരിയേറെ ഷൂസിൻ്റെ കളക്ഷൻ ഉണ്ട്. സോ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഡേർട്ടി ആവാതെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഷൂ നീറ്റായിട്ടിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനിവിടെ ഒത്തിരി അന്വേഷിച്ചു ഷൂ ലോണ്ടറി ഉണ്ടോ എന്നുള്ളത്. എവിടെയും നോക്കിയപ്പോൾ ഷൂ ലോണ്ടറി ഇല്ല. സാധാരണ ലോണ്ടറീസ് എന്തെങ്കിലും. സോ അങ്ങനെയാണ് ഞാൻ ഒരു ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. സോ തുടങ്ങി ഇപ്പോൾ ഒരു 8 months ആയി. 100% പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഷൂ ലോണ്ടറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഷൂ ക്ലീൻ ചെയ്യാൻ ഇത്രയേറെ മടിയന്മാരെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ഈ ഷൂ ലോണ്ടറിയുടെ കോൺസെപ്റ്റ് ആദ്യം പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. അപ്പോൾ ആൾക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമാണ് ഇതെങ്ങനെ സക്സസ്ഫുൾ ആവും എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞു നമുക്കൊരു ട്രയൽ നോക്കാം. അങ്ങനെ നമ്മളൊരു ട്രയലായിട്ട് നോക്കി വോയിസ് ഓവർ വെച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു. സോ അങ്ങനെയാണ് ആ ഒരു വീഡിയോ ഒരു 7 ലക്ഷം പേരോളം കണ്ട് വൈറലായി. അങ്ങനെയാണ് നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത്. ഡെയിലി ഒരു 30+ ഷൂസ് വീട്ടിൽ വന്നിരുന്നു ആ സമയത്ത്. ഷൂ ക്ലീനിങ്ങിലുപരി നമ്മൾ റിപ്പയർസും പോളിഷസും നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ മൈൽഡായിട്ടുള്ളൊരു ഓർഗാനിക് സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടുതലും പ്രിഫറബിളി ഞാൻ മാനുവൽ വാഷ് തന്നെയാണ് ചെയ്യാറ്. കാരണം ഷൂസിൻ്റെ ഫാബ്രിക് അത്രയും മൈൽഡായതുകൊണ്ടിട്ടാണ്. നമ്മൾ എല്ലാ ടൈപ്പിലുള്ള ഷൂസും ചെയ്യുന്നുണ്ട്, ക്യാൻവാസ് ഒഴികെ. ബിക്കോസ് ക്യാൻവാസ് കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെ എടുക്കാറില്ല. ഒരു 3 to 4 daysലാണ് നമ്മൾ ഷൂ ലോണ്ടറി ചെയ്യാൻ എടുക്കുന്ന ടൈം. പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് പോകുന്ന റൂട്ടിൽ പാടിവട്ടത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. സോ നിങ്ങൾ ഇന്നൊരു ഷൂ തരാണെങ്കിൽ ഒരു 4 to 5 daysനുള്ളിൽ ആയിരിക്കും റിട്ടേൺ തരാം. നമ്മുടെ വെയർ ഹൗസ് വരുന്നത് വെണ്ണലയിലാണ്. മെയിനായിട്ട് നമ്മൾ കളക്ഷൻ പോയിൻ്റ് ആണ് പാടിവട്ടത്ത് വെച്ചിട്ടുള്ളത്. 250 ആണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ ഷൂസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഹിദ എന്നുള്ള നെയിം ആക്ച്വലി എൻ്റെ പാർട്ട്ണർ ഇട്ടതാണ്. ആക്ച്വലി ഹിദ എന്ന നെയിമിന് ഒരു അറേബിക് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫുഡ് വെയർ എന്നാണ്. അപ്പം ആക്ച്വലി ഹിദ നെയിമിൻ്റെ മീനിങ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. സോ രണ്ടും ഒന്നിച്ച് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഹിദ എന്നുള്ള പേരുള്ളത്. സോ ആൾക്കാരെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ഹിദയല്ലേ എന്ന് ചോദിക്കും. ഞാനപ്പോൾ പറയാം അതെ ഹിദയാണ്. സോ അങ്ങനെ ഇപ്പോൾ ഞാൻ ഹിദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി കൊച്ചിയിലെ ആദ്യത്തെ ഷൂ ലോണ്ടറി സർവീസാണ് ഹിദ ഷൂ ലോണ്ടറി സർവീസ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെയ് ലാസ്റ്റ് ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 8 മാസം അടുത്തായി. ഇപ്പോൾ ആക്ച്വലി എൻ്റെ പരിചയത്തിൽ തന്നെ നിയർലി ഒരു 7 എണ്ണം ഇവിടെ അടുത്ത് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ ആളുകൾ ഹിദ ചൂസ് ചെയ്യാൻ ഒറ്റൊരു കാരണമേ ഉള്ളൂ, നമ്മുടെ സൊല്യൂഷനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ വളരെ ഓർഗാനിക് ആണ്. നമ്മൾ സ്കിന്നിൽ റാഷസോ ഒന്നും വരാത്ത രീതിയിലുള്ള വളരെ ഓർഗാനിക് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അഫോർഡബിൾ ആണ്. നമ്മൾ 250 റേറ്റിലാണ് സ്റ്റാർട്ടിങ് വരിക. പിന്നെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞാൻ മെയിനായിട്ട് അഫോർഡബിലിറ്റി കൂടെ നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എല്ലാവർക്കും തന്നെ ഈ എക്സ്പെൻസീവ് ഷൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല, കോപ്പി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്കും കൂടെ നമ്മുടെ സർവീസ് അവൈലബിൾ ആയിരിക്കണം. എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ആക്ച്വലി പഠിച്ചത് ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിരുന്നു. ബട്ട് പ്രൊഫഷണലി ഐ എം എ സിനിമാറ്റോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ. സോ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് താൻ വീണ്ടും ഫോട്ടോഗ്രാഫിയിലേക്കൊന്നും പോവാതെ താൻ ഇതിനകത്ത് തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ വേറൊന്നുമില്ല, എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. കാരണം അവർ തരുന്ന ഒരു സ്നേഹം. കാരണം ഒത്തിരി പേര് റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. സോ അവരൊക്കെ തന്നെയാണ് നമ്മുടെ സ്ട്രെങ്ത്. തുടക്കം നമ്മൾ മെയിനായിട്ട് ഷൂസ് മാത്രമാണ് ചെയ്തിരുന്നത്. ക്ലോഗ്സ്, ലോഫേഴ്സ്, സ്ലൈഡ്സ് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ ലക്ഷറി ബാഗ്സ് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ബാഗ്സും ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്യൂട്ട് കേസും ക്യാബിനറ്റ്സും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഷൂ ലോണ്ടറി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് സ്റ്റാഫുകളൊന്നും ഉണ്ടായില്ല. ഞാനും എൻ്റെ പാർട്ട്ണറും തന്നെയാണ് ഇതെല്ലാം മാനേജ് ചെയ്തിരുന്നത്. പയ്യെ ഈ ഗ്രോത്ത്, ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയപ്പോൾ
നമുക്ക് തന്നെ താങ്ങാൻ പറ്റാതായി. ലൈക്ക് നമ്മൾ തന്നെ ഇനി എന്ത് ചെയ്യും, ആരെങ്കിലും വേണം എന്നുള്ള ഇതിൽ വന്നപ്പോഴാണ് ഒന്ന് രണ്ട് പേരെ കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തു. അങ്ങനെ അവരെ ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി നമുക്ക് സ്റ്റോറിൽ 2 സ്റ്റാഫ് ഉണ്ട്, ക്ലീനിങ്ങിനായിട്ട് 3 സ്റ്റാഫ് വേറെ ഉണ്ട്. ഏറ്റവും ചിലവ് ചുരുങ്ങിയൊരു ബിസിനസ് ഐഡിയ ആയിരുന്നു ഈ ഒരു ഷൂ ലോണ്ടറി എന്നുള്ളത്. സോ നമ്മൾ അതൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വളർത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവല്ലയിലും വൈപ്പിനിലുമാണ് നമ്മൾ നെക്സ്റ്റ് വരുന്ന ഫ്രാഞ്ചൈസി വരുന്നത്. സോ ന്യൂസിലാൻഡിൽ നിന്നും UAE നിന്നൊക്കെ നമുക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനൊരിക്കലും ഒരു ബിസിനസ് ഓൺട്രപ്രണർ ആവും എന്ന് വിചാരിച്ച ഒരാളല്ല. ഞാൻ ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്ത് അങ്ങ് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ലൈഫിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ പാർട്ട്ണറിനെ കാണുന്നത്, ബിസിനസ് പാർട്ട്ണറിനെ കാണുന്നത്. ആൾ ഓൾറെഡി വേറൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. സോ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ലൈഫ് ഇത്രയും സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചൈൽഡ്ഹുഡൊക്കെ ഒരു ബോർഡിങ് ഹോസ്റ്റൽ അങ്ങനെയാണ് ഇപ്പോഴും സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ലൈഫിൽ ഞാൻ ഒറ്റപ്പെടലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു ഫാമിലി സപ്പോർട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ എന്നോട് ചോദിച്ചത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൂടെ? സോ അങ്ങനെയാണ് ഞാൻ ഓക്കെ ചെയ്യാം, എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന ആളടുത്ത് പറയുന്നത്. സോ ആ പ്ലാൻ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്കൊന്നും ഇത് ശരിയാവുമോ എന്നുള്ളവരായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കത് ട്രയൽ ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ് ഒരു 1 മന്ത് നോക്കിയിട്ടാണ് നമ്മൾ പയ്യെയാണ് നമ്മൾ ഗ്രോ ആയത്. ആക്ച്വലി ഞാൻ ഷൂ ലോണ്ടറി തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പരിഹസിക്കാനുണ്ടായിരുന്നു. കാരണം ഷൂ വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ടായി. ഞാൻ എൻ്റെ ഒരു അങ്കിളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷൂ ലോണ്ടറി എന്ന് വെച്ചാൽ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷൂ വാഷ് ചെയ്യുക, കൊടുക്കുക, നമ്മൾ ഈ ഡ്രൈ ക്ലീനിങ് പോലെ തന്നെ. അവനാ ഓക്കെ ചെരുപ്പൂത്തിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഞാനൊരു ഷൂ ഇതുപോലെ എൻ്റെ വീടിനടുത്ത് കൊടുക്കാനുണ്ടായിരുന്നപ്പോൾ ഞാൻ വന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു കൊള്ളാലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ എന്താ പറയുക ബാങ്ക് അക്കൗണ്ടും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാനൊരു മാസത്തിൽ ഷൂ ലോണ്ടറി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ പറഞ്ഞു വരുമാനം ഇത്രയും കിട്ടും എന്ന് സത്യത്തിൽ ആരും തന്നെ വിചാരിച്ചതല്ല. ഗ്രോ ആയി കഴിഞ്ഞപ്പം ആണ് ഒരു ജൂലൈ ആയപ്പോഴാണ് നമ്മൾ ഷോപ്പ് എടുത്ത് കയറിയത്. ഷോപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് ആക്സസിബിളായി, ഇവിടെ എത്തിപ്പെടാനും നമുക്ക് ഷൂ കൊണ്ടുവന്ന് തരാനും ഒക്കെ ആയിട്ട്. നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ട്, ലൈക്ക് ഒന്നിച്ചുണ്ടാവും എന്ന് വിചാരിച്ച കുറച്ച് ആളുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു പെട്ടെന്ന്, അതായത് ഇന്ന് വന്നിട്ട് ഇത് പറയുകയാണ് നാളെ തൊട്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയേറെ ഷൂസ് വാങ്ങി കയ്യിൽ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്ക് ആൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ചില സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ മറികടന്നു. ഈവൻ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു സ്റ്റാഫ് ഇല്ലെങ്കിലും ഐ ക്യാൻ ഡു എന്നുള്ളൊരു ഇതിൽ ഞാൻ തന്നെ ചെയ്ത് ആണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഇനി വരുന്ന യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ എന്താണോ, നമ്മൾ 0 ആണെങ്കിൽ പോലും നമ്മളെ കൂടെ ഒരാൾ സപ്പോർട്ടിനുണ്ടെങ്കിൽ ആ ആളുടെ കൈ പിടിച്ചോളാം. അത് എത്ര അറ്റം വരെ കയറാൻ പറ്റുമെങ്കിലും അത് കയറുക. ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളെ ഇൻറ്റ്യൂഷൻ നല്ലതാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കത് കിട്ടും.